ഇന്ന് ഫെബ്രുവരി 9 അപ്പോൾ കഴിഞ്ഞ വർഷം സ്റ്റെഫറിലൂടെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇന്ന് 2024 ഫെബ്രുവരി 9 അപ്പോൾ ഇന്ന് ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അറക്കം ചോദിക്കാം. ആൾക്കാർ നിരീക്ഷപ്പെടുത്താൻ വീടില്ല. എനിക്ക് ലക്ഷ്യമുണ്ട് ഇന്ത്യയിൽ പോകാം. അതെല്ലാം വളരെ ബുദ്ധിമാനെയാണെന്ന് അറിയോ? ഞങ്ങൾ തമ്മിൽ അടക്കം ഞങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് അല്ല. ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പമൊന്നുമില്ല. വരാമെന്ന് കുറച്ച് ഷോർട്ട് ഫിലിമാണ് അതിനെപ്പറ്റി പറയാം. ബ്ലഡി നൈറ്റും നേരും ഷോർട്ട് ഫിലിം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ ശ്രമിക്കുക. പിന്നെ തലേദിവസം ഷോർട്ട് ഫിലിം വൻ വിജയമാണ്. അതിനെപ്പറ്റി വല്ലതും പറയേണ്ടത് നിങ്ങൾക്ക്? വേറെ പറയാനുണ്ട്. പുള്ളിയും തെരസാക്കാൻ പുള്ളിയാണ് പുള്ളിയെല്ലാം ഗൈഡ് ചെയ്തത്. എനിക്ക് സെക്കൻഡ് ഇയർ ആവും. ഒരുമിച്ച് സ്വയം സംഘടന പാരാകുന്ന നിങ്ങൾ തന്നെ തോന്നുന്നുണ്ടോ? നമ്മള് ഒരു പ്രയാസം കാണിക്കുന്നു, അത് ജനങ്ങൾക്ക് എത്തുന്നു, ജയിക്കുന്നു. ആൾക്കാർക്ക് എന്തും പറയാം. ജനങ്ങൾ വിഡ്ഢികളാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ആവശ്യക്കാർക്കൊക്കെ അതിന്റെ ഈ 1-ാം വാർഷികം ആചരിക്കുന്ന സമയത്ത് ഈ ഒരു വർഷത്തിനുള്ളിൽ എന്ത് മാറ്റമാണ് അതിനുണ്ടായിരിക്കുന്നത്? പല നായികമാരും നമ്മളോടൊപ്പം ഡാൻസ് കളിക്കുന്നുണ്ട്. അതുതന്നെ സെലിബ്രിറ്റി ആയി. കഴിഞ്ഞ ദിവസം വയറിലൊരു ഡാൻസ് ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ കൂടെ. മായാവനം എന്ന് പറഞ്ഞ സിനിമ നായകൻ. അത് കളിച്ചപ്പോൾ അത് അപ്പൊ തന്നെ റിലീസാക്കിയില്ല. ഇപ്പൊ 2-3 ആഴ്ച കഴിഞ്ഞപ്പോ റിലീസാക്കി. ഒരു വേദനയുണ്ട്, പെട്ടെന്ന് കാണാൻ പറ്റിയില്ല. അപ്പൊ എന്നാലും കാണാൻ പറ്റിയല്ലോ. അത് കഴിഞ്ഞപ്പോ നമ്മുടെ ബ്ലഡി നൈറ്റിലെ നായികയൊപ്പം ഞാൻ കളിച്ചിരുന്നു. കണ്ടോ? ഓരോരുത്തർ എന്നെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് പലരും. സിനിമകളൊക്കെ സിനിമകളുടെ വിജയം അലഞ്ചോസാണോ? അതെ, ശരിയാണ്. ആറട്ടെണ്ണം നമ്മൾ അലൻ ജോസ് പെരേര ഇല്ലെങ്കിൽ മലയാള സിനിമ ഒരിക്കലും ഉണ്ടാവില്ല. മലയാള സിനിമയുടെ നിലനിൽപ്പ് ഈ മലയാള സിനിമ ജനങ്ങളിലേക്ക് എത്തുന്നെങ്കിൽ ആറട്ടന്റെയും അലൻ ജോസിന്റെ റിവ്യൂ വേണം. എന്നാൽ മാത്രമേ എത്തത്തുള്ളൂ. സോഷ്യൽ മീഡിയയിലെ ഒരു പവർ കാരണമാണ്. ഫിലിം യൂണിറ്റ്സ് ആണെങ്കിലും ബ്ലോക്ക് ബസ്റ്റർ മീഡിയ ആണെങ്കിലും പറഞ്ഞു. ഈ ഒരു ഭാവി ഷോർട്ട് ഫിലിമിന്റെ സൂപ്പർ സ്റ്റാർ ആവാൻ സാധ്യതയില്ല. അടുത്ത വർഷം ഫിലിമിൽ കയറട്ടെ. പെണ്ണും കിട്ടില്ല. ഈ വളർച്ചയിൽ സന്തോഷം എന്തിനാ അസൂയുണ്ടോ? അങ്ങനെ ആദ്യമേ പ്രൊമോട്ട് ചെയ്താണല്ലോ. എനിക്ക് സന്തോഷമായിട്ടോട് പറയാനുള്ളത്, മറ്റേ എന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ജാങ്കോ സ്പേസിൽ. അപ്പോ അതിലെ നമ്മുടെ സ്നേഹ മേളത്തോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ പേര് ഉപയോഗിച്ചു. എനിക്കത്ര എന്നോട് നമ്പർ എനിക്കൊരു ചേച്ചിയെ പോലെയാണ്. ചേച്ചിയെ പോലെയാണ്. ഇപ്പൊ എന്നെ ഉപദേശിച്ചപ്പോഴും മറ്റേ തിയേറ്ററിൽ വെച്ച് ഡാൻസ് കളിച്ചപ്പോൾ അത് കാണുന്ന പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടും. അത് ഞാൻ പറഞ്ഞിരുന്നു. സന്തോഷ് പണ്ഡിറ്റ് ലെവലിലേക്കാണ് നമ്മൾ ചെയ്ത പരിപാടി. പക്ഷേ റെമ്യൂണറേഷൻ പതുക്കെ കിട്ടുന്നുള്ളൂ. അത് മാത്രമേ ഒരു വിഷമകരമായ കാര്യങ്ങൾ. ബാക്കി പബ്ലിസിറ്റി കൊണ്ടൊക്കെ നമ്മൾ സെലിബ്രിറ്റിയാണ്, രാജാവാണ്. അനിറോസായിട്ട് അഭിനയിക്കുമ്പോൾ റിപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട്. എനിക്ക് 22 വയസ്സായിട്ടുള്ളല്ലോ. നമ്മൾ 25 വയസ്സിൽ കല്യാണം കഴിക്കും. 3 വർഷം കഴിയുമ്പോൾ കല്യാണം കഴിക്കും. അതെനിക്കൊരു എനിക്ക് നമ്മളോട് ആപ്പാടൊരു ലേഡി ഫ്രണ്ടിന്റെ നമ്പറാണ്. അപ്പൊ അത് തന്ന് നമ്മൾക്ക് പ്രശ്നത്തിലാകണ്ട. അത് ഞാൻ അംഗീകരിക്കും കുറച്ച്. ലോറൻസ് പെരേരനെ ഞാനാണ് പുള്ളിയെ അഭിനയിപ്പിച്ച് കൊണ്ടുവന്നത്. ഞാനാണ് ഭീഷണിപ്പെടുത്തി പുള്ളിനെ അഭിനയിപ്പിച്ചത്. പുള്ളിക്ക് അത്ര പുള്ളി റിവ്യൂവിൽ അത്ര താല്പര്യമില്ല. പക്ഷെ വൺസ് അപ്പോൺ ടൈം കൊച്ചിന്ന് പടത്തിൽ പുള്ളിയും റിവ്യൂ പറയാൻ വരുന്നുണ്ട്. മലയക്കോട്ട വാലിബിലാണ് ലോറൻസ് പെരേര ആദ്യമായിട്ട് റിവ്യൂ പറഞ്ഞത്. ഔട്ടായാലും പ്രേക്ഷകർ ഇവിടെ ഒപ്പം ഉണ്ടാവും. ഇയാളെ തൊലിക്കെട്ടി ഭയങ്കരമാണ്. നിങ്ങൾ എന്ത് കുറ്റം പറഞ്ഞാലും എന്ത് കളിയാക്കിയാലും ഇയാൾക്ക് പ്രശ്നമില്ല. ഇയാളെ തൊലിക്കെട്ടി മനസ്സിലായില്ല എന്താണ്?
ഞാൻ പറഞ്ഞ മലയാള സിനിമ ഇല്ല അത് ഒരു വൈറൽ കണ്ടതായിട്ട് പറഞ്ഞാണ്. സിനിമ മുന്നോട്ട് പോകും. പക്ഷേ ചെറിയ സിനിമ പോലും പ്രേക്ഷകരിലേക്ക് ഫസ്റ്റ് ഡേ റിവ്യൂ കൊണ്ടുവന്നെ ആ പേര് സിനിമയുടെ കണ്ടന്റും എത്തുന്നുണ്ട്. ബിഗ് ബോസിന് ഒരു അറിയിപ്പുണ്ട്, ഡാഡിനെയാണ് എടുക്കാൻ പോകുന്നതെന്ന്. അത് അതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞോ? ഡാഡി ഗൾഫിലേക്ക് പോവുകയാണ് ഇപ്പോൾ. എന്നെ ബിഗ് ബോസ് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിൽക്കാൻ പോകില്ല. ഇയാൾ ബിഗ് ബോസ് വിളിച്ചു കഴിഞ്ഞാൽ ഡാഡി പോകാണ്ടിരിക്കും. പൈസ കിട്ടി കഴിഞ്ഞാൽ മകൻ വേണ്ടെന്നാ പറയണേ. നല്ല കുഴപ്പമില്ല. ഒരു വീട്ടിൽ നിന്ന് ഒരാൾ പോണേല്ല, കുഴപ്പമില്ലാത്ത സംഭവം. അച്ഛനെ ഭീഷണിപ്പെടുത്താറുണ്ടോ? നമുക്ക് ബിഗ് ബോസിൽ പോയില്ലെങ്കിൽ നമുക്ക് പ്രശസ്തിയും പബ്ലിസിറ്റിയും ഉണ്ട്. കാരണം നമുക്ക് റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോഴും ജനങ്ങൾ കൂടുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്, പെൺകുട്ടികൾ പോലും ഓർഡർ. ആര് നമുക്ക് അങ്ങനെ പറഞ്ഞേക്കാനുള്ള ബാങ്ക് ബാലൻസ് ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിനെ വരെ വീട്ടിൽ വിളിക്കാലോ.